വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം. ഹൈക്കോടതി ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. സിദ്ധാർത്ഥന്റെ മാതാവ് ഷീബ ജാമ്യാപേക്ഷയെ എതിർത്തിരുന്നു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, ഈ ഡ്രാഗിംഗ്, ആത്മഹത്യാ പ്രേരണ, മർദ്ദനം, ഗൂഢാലോചന അങ്ങനെ ഗുരുതരമായ കുറ്റങ്ങൾ ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ടായിരുന്നു. ഏത് പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്? കോടതിയുടെ ഒരു നിരീക്ഷണം ജാമ്യം അനുവദിക്കുമ്പോൾ അതെങ്ങനെയായിരുന്നു? ആര്യ, 19 പ്രതികൾക്കാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി വകുപ്പുകളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കേസിൽ ചാർജ് ചെയ്തിരുന്നത്. കൂട്ടം ചേർന്നുള്ള മർദ്ദനം, റാഗിംഗ്, ആത്മഹത്യാ പ്രവണത, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു പ്രതികളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥന്റെ അമ്മ ഉപഹർജിയും നൽകിയിരുന്നു. ഇക്കാലം അത്രയും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രതികൾ അന്വേഷണത്തെ സ്വാധീനിക്കാനുള്ള സാഹചര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇതുവരെയും കോടതി അങ്ങനെ ഒരു ഉദ്യമത്തിന് മുതിരാതിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പലതവണയാണ് ഈ വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെയുള്ള ജാമ്യം തള്ളുന്ന സാഹചര്യമുണ്ടായത്, ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി 18-നാണ് സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ ഹോസ്റ്റൽ മുറിയിൽ കണ്ടെത്തിയത്. അതിനുശേഷം ഇങ്ങോട്ട് നിരവധി ആളുകൾ പ്രതികളായി, നിരവധി ആളുകളിലേക്ക് അന്വേഷണം എത്തി. 31ഓളം പേരിലേക്ക് അന്വേഷണം എത്തി. ഒടുവിൽ 19 പേര് ആണ് ഈ 19 പ്രതികൾക്കാണ് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥന്റെ അച്ഛൻ പൂക്കോട് സർവകലാശാലയിൽ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട്, അതായത് ഹൈന്ദവ ആചാരപ്രകാരമുള്ള 41 ദിവസത്തെ ചടങ്ങ് കഴിഞ്ഞിട്ട് അദ്ദേഹം അന്വേഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പൂക്കോട് സർവകലാശാലയിൽ സിദ്ധാർത്ഥന്റെ ഹോസ്റ്റൽ മുറിയിലെത്തുകയും അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഡീൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിരവധി വിമർശനത്തിനും അതുപോലെ തന്നെ സസ്പെൻഷനും ഉള്ള സാഹചര്യത്തിലേക്ക് നേരിട്ടിരുന്നു. മാത്രമല്ല ഗവർണർ ഈ കേസിൽ നേരിട്ട് ഇടപെടുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഇതിനൊക്കെ ശേഷമാണ് മുഖ്യമന്ത്രി 42 ദിവസം കഴിഞ്ഞ ശേഷമാണ് മുഖ്യമന്ത്രി CBI അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. ഉത്തരവിട്ട ശേഷവും ഇക്കാര്യത്തിൽ CBI ഏറ്റെടുക്കാനുള്ള കാലതാമസവും ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളിലും കോടതി ചോദ്യം ഉന്നയിച്ചതാണ്. ഏതായാലും ഇപ്പോൾ ഈ 19 പ്രതികൾക്ക് ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതേസമയം സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്നൊരാവശ്യം ഉന്നയിച്ച് അമ്മ ഷീബയും കോടതിയെ സമീപിച്ചിരുന്നു. ഈ ജാമ്യ വ്യവസ്ഥയെ ഷീബ എതിർത്തിരുന്നു. ആദ്യ സ്വാഭാവികമായും പ്രതികൾക്ക് ജാമ്യം ലഭിക്കുമ്പോൾ അത് സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് വലിയ നിരാശയുണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. മാത്രമല്ല, തുടക്കം മുതൽ തന്നെ ഈ അന്വേഷണത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇത് പ്രതികൾക്ക് അനുകൂലമായി നിൽക്കുന്നു അന്വേഷണ സംഘം എന്നുള്ള തരത്തിലുള്ള പരാതികളും കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. നിലവിൽ ഈ അന്വേഷണത്തിന്റെ പുരോഗതിയെ വിലയിരുത്തുകയാണെങ്കിൽ അതെങ്ങനെയാണ്? ഈ അന്വേഷണത്തെ സംബന്ധിച്ച് കുടുംബത്തിന്റെ പുതിയ അഭിപ്രായം അതെങ്ങനെയാണ് വരുന്നത്? അന്വേഷണത്തിൽ CBI ഉത്തരവിട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വന്നതോടുകൂടി കുടുംബത്തിന് അന്വേഷണത്തിനോട് അല്ലെങ്കിൽ ഇതിൽ മുഖ്യമന്ത്രി ഇടപെട്ട സാഹചര്യത്തെ കുടുംബം അങ്ങേയറ്റം പ്രശംസനീയമായി തന്നെയാണ് സംസാരിച്ചിരുന്നത്. അല്ലെങ്കിൽ അതിനെ അങ്ങനെ സ്വാഗതം ചെയ്തിരുന്നത് അങ്ങനെയാണ്. മുഖ്യമന്ത്രിയുടെ ഈ ഉത്തരവ് വരുന്നത് വരെ, അതായത് CBI അന്വേഷണത്തിനുള്ള ഉത്തരവ് വരുന്നത് വരെ പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കം പല ഭാഗത്തും നടക്കുന്നുണ്ട്. CPM-ന്റെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട്. SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ വരെയുള്ള അല്ലെങ്കിൽ ഭാരവാഹിത്വത്തിലുള്ള കുട്ടികളാണ് ഇതിലെ പ്രതികൾ എന്നുള്ള ഒരു സാഹചര്യം കൂടി നിൽക്കുമ്പോൾ കോളേജിലെ തന്നെ SFI പ്രവർത്തകർ അതിലെ പ്രതികളായിരിക്കുന്ന സാഹചര്യത്തിൽ CPM അതിൽ അല്ലെങ്കിൽ പാർട്ടി തലത്തിൽ അതിൽ ഇടപെടൽ ഉണ്ടാകുന്നു എന്നൊരു സാഹചര്യം കൂടി ആ സമയത്ത്, എന്നൊരു ആരോപണം കൂടി ആ സമയത്ത് സിദ്ധാർത്ഥന്റെ കുടുംബം ഉന്നയിച്ചിരുന്നു. ഈ ഒരു കാലത്തെ മുഴുവൻ നോക്കിക്കണ്ടാൽ മുഖ്യമന്ത്രിക്ക് ഈ ഒരു ഉത്തരവ്, അതായത് CBI അന്വേഷണത്തിൽ ഉത്തരവിട്ട ശേഷം മാത്രമാണ് കുടുംബം
ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് നീതിപൂർവമായ ഒരു അന്വേഷണത്തിനാണ് ഇത് പോകുന്നത് എന്നുള്ള തരത്തിൽ ഇതിനെ വിലയിരുത്തി തുടങ്ങിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ആര്യ ശരി, ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഉപാധികളോടെ ജാമ്യം ലഭിച്ചിരിക്കുന്നു. സ്പോട്ട് ലൈവിന്റെ